ഹബീബിന്റെ മുത്തുമണികളെ, നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാ, നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാ, നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ് മോളെ, നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ് വാപ്പ, നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ് പെങ്ങളെ, നിങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാ. നിങ്ങളൊക്കെ മരിച്ചിട്ട് നിങ്ങളുടെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ നിങ്ങളെ സ്വീകരിക്കാ അവിടെ റഹ്മത്തിന്റെ മാലാഖമാർ കാത്തിരിപ്പുണ്ടാകും. കാരണം ആരാരുമില്ലാത്ത പാവപ്പെട്ട ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കഴിയില്ലാത്ത മക്കളെ ചേർത്ത് പിടിച്ചവരല്ലേ നമ്മള്. ഇതിന്റെ വിജയം എനിക്കല്ല, ഇതിന്റെ വിജയം നിങ്ങളാണ്, ഇതിന്റെ വിജയം നിങ്ങളാണ്. ഖാലിഖായ പടച്ചിറപ്പുണ്ടല്ലോ, അവിടുത്തെ ഖൈറിന്റെ കിതാബില് നിങ്ങളെ പേര് എഴുതി വെച്ചിട്ടുണ്ടാകും, ഒരു സംശയമില്ല. അതുകൊണ്ട് നമ്മള് ഒരുപാട് മക്കൾക്കുള്ള ധനസഹായം അത് കൊടുക്കാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അവരെ സന്തോഷം നമ്മൾ കാണും. ആ സന്തോഷം റഹ്മത്തിന്റെ മാലാഖമാരിങ്ങനെ നോക്കിച്ചിരിക്കും. മക്കൾക്കാണല്ലോ അത് കൊടുക്കുന്നത്. അല്ലാഹുവേ, ഈ മക്കളെ തണല് അവിടുത്തെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണല്ലോ. അപ്പോ നമ്മള് പിന്നെ നമ്മളെ കിതാബുണ്ട്, എല്ലാവരും ഒരു കിതാബ് വാങ്ങണം. നമ്മളെ കിതാബ് ഈ പന്തലിനും എത്തിമക്കളെ കെട്ടിക്കണം, ഇഷ്ടംപോലെ കെട്ടിക്കണം. ഞങ്ങൾ ലൈവിൽ പറഞ്ഞു, ഞങ്ങൾ ആരും പൈസ അയക്കണ്ട. നിങ്ങൾ കേട്ടോ? കേട്ടോ? ഞാൻ പറഞ്ഞു ലൈവില്, നിങ്ങൾ ആരും ഈ അക്കൗണ്ടിൽ പൈസ അയക്കണ്ട. അൽഹംദുലില്ലാഹ്, ആവശ്യത്തിൽ കൂടുതൽ പടച്ചിറപ്പ് തന്നിട്ടുണ്ട്. ഇനിയും തരില്ല. പക്ഷേ നിങ്ങള് ഒരു കിതാബും ഒരു തേനും പാടും നിങ്ങൾ വാങ്ങിയാൽ അൽഹംദുലില്ലാഹ് യതീമക്കളെ നമുക്ക് പന്തലും ഭക്ഷണമൊക്കെ ചെയ്യാം. കിതാബാണ്, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ മനസ്സിലാക്കി കൂടിയേക്കാണോ?